മാധ്യമങ്ങൾ വ്യാപകമായതോടെ പെട്ടെന്ന് താരങ്ങളായവർ നിരവധിയാണ്. അത്തരത്തിൽ കുട്ടികളും യുവാക്കളും ഒക്കെയായി നിരവധി പേരുടെ ആരാധനാപാത്രമാണ് യൂട്യൂബർ തൊപ്പി എന്ന നിഹാദ്. പരസ്യമായി അസഭ്യം പറഞ്ഞതടക്കം പലതവണ തൊപ്പി വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ എന്ന പരിവേഷത്തിന്റെ മറ പിടിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് തൊപ്പിയും സംഘവും നടത്തുന്നതെന്ന ആരോപണം കുറെ കാലമായി ഉയരുന്നു. തൊപ്പിയുമായി തെറ്റിപ്പിരിഞ്ഞ യുവാക്കൾ ചില വീഡിയോകൾ പുറത്തുവിട്ടതോടെയാണ് ഈ വിഷയം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇരു കൂട്ടരും പരസ്പരം അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി. പോക്സോ കേസുകൾ, ലഹരി ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിൽ പെടുന്നുണ്ട്. ഒടുവിൽ തൊപ്പിക്കും ഗ്യാങ്ങിനുമെതിരെ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. പുതുതലമുറയ്ക്ക് തൊപ്പി മോശം മാതൃകയാണെങ്കിൽ അത് അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോളിൽ. ആദ്യം സ്വാഗതം. കുട്ടികളാണ് യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ ഏറ്റവും വലിയ ആരാധകർ. എന്നാൽ കുട്ടികൾക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രമാണോ തൊപ്പിയും സംഘവും സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നത്? അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും ഒക്കെ നിറഞ്ഞ വീഡിയോകൾ വിഷം വമിപ്പിക്കുന്നതാണെന്ന പരാതികളിൽ ഒടുവിൽ പോലീസ് അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുന്നു. DGP റവാഡ ചന്ദ്രശേഖറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൊച്ചി സൈബർ പോലീസാണ് പ്രാഥമിക അന്വേഷണം നടത്തുക. വിഷയത്തിൽ 3 പരാതികളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. തൊപ്പിക്കെതിരായ ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നേരത്തെ കഞ്ചാവ് അടക്കം സൂക്ഷിച്ചതിന്റെ ദൃശ്യങ്ങൾ തൊപ്പി ഗ്യാങ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്താ അറിയാലോ, മനസ്സിലായിട്ടുണ്ടാവില്ലേ? പ്ലാൻഡ്. ഓക്കെ, ഇത് പ്ലാൻഡ്. അപ്പൊ അടുത്ത വേറൊന്ന് കാണിക്കും. അപ്പൊ അതും പ്ലാൻഡാന്ന് പറയണേ. അതും ഗ്രീൻ. അല്ലല്ല, ഒന്ന് പുറത്തിട്ട് കാറണ്ട അറിയാം. ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ മറ്റേതാ അനാൻസാന്റെ ഓർത്തോടാ എന്താ ഈ കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടല്ലേ വരണം. പരസ്പരമുള്ള വെഴുപ്പലക്കലിനുപരി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇരുകൂട്ടരും നടത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് തൊപ്പി ഗ്യാങ്ങിന്റെ അടുത്തിടെയുള്ള വീഡിയോകൾ. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന അടക്കം 3 പേരാണ് തൊപ്പിക്കും സംഘത്തിനുമെതിരെ പരാതി നൽകിയിട്ടുള്ളത്. തൊപ്പിയും സംഘവും പോക്സോ, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, സൈബർ കുറ്റകൃത്യം, മാനസിക ശാരീരിക പീഡനം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങി വിവിധ കുറ്റങ്ങൾ ചെയ്യുന്നതായി കാണിച്ചാണ് പരാതി. ഇവർക്ക് സ്കൂൾ, ടീനേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. ഇത്തരക്കാരുടെ ഇടയിലേക്കാണ് തൊപ്പിയുടെ തെറ്റായ വീഡിയോകളും സന്ദേശങ്ങളും എത്തുന്നതെന്നും വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്നതാണ് സംഘത്തിന്റെ ഓൺലൈൻ ഉള്ളടക്കങ്ങളെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. തൊപ്പിക്ക് പുറമെ ഷംസീർ, മമ്മു, ജാസി തുടങ്ങിയവർക്കെതിരെയും പരാതിയുണ്ട്. പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ചർച്ചകളാണ് ലൈവ് സ്ട്രീമിംഗിലൂടെയും വീഡിയോകളിലൂടെയും തൊപ്പിയും സംഘവും ചെയ്യുന്നത്. മരണത്തിനേക്കാളും വലിയ ശിക്ഷ നിൽക്കലെന്ന് തരാൻ പോകുന്നത് മനസ്സിലായി. നിന്നൊന്നും കൊന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല, മനസ്സിലായി. അതിനേക്കാളും വലിയ വേദനകൾ ഞാൻ തരും. അങ്ങനെ ആക്കുന്ന ഇങ്ങനെ ആക്കുന്ന ഞാൻ പറയാ, എല്ലാം ഫേക്കാണോ? എല്ലാം ഫേക്കാണോ? ഞാൻ ഡയറക്റ്റ് ലൈവിൽ വന്ന് നിന്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളാണ്. ലഹരി മരുന്ന് ഉപയോഗവും ലൈംഗിക ചൂഷണവും പോക്സോ വകുപ്പും അടക്കം ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളാണ് തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദും സുഹൃത്തായ ഷമീറും പരസ്പരം ആരോപിച്ചത്. തന്റെ വീട്ടിലേക്ക് ഡ്രഗ്സ് കയറ്റിയെന്ന ആരോപണം ആദ്യം നിഹാദായിരുന്നു ഉന്നയിച്ചത്. പിന്നാലെ നിഹാദിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഷമീറും ലൈവിലെത്തിയതോടെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തുവന്നത്. തൊപ്പി ലൈംഗിക ചൂഷണം നടത്തിയെന്നും പണം നൽകി പെൺകുട്ടികളെ സ്വാധീനിച്ച സംഭവം ഒതുക്കിയെന്നും ഷമീർ പറഞ്ഞു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ വരെ നിഹാദ് ഉപയോഗിച്ചുവെന്നും ഷമീർ ആരോപിച്ചു. കഞ്ചാവടക്കം സൂക്ഷിച്ചതിന്റെ ദൃശ്യങ്ങളും തൊപ്പി ഗ്യാങ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു. ലഹരി ഉപയോഗം, അശ്ലീല പ്രദർശനം തുടങ്ങിയ ആരോപണങ്ങളിലാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കൊച്ചി സൈബർ പോലീസാണ് പ്രാഥമിക അന്വേഷണം നടത്തുക. തൊപ്പിക്കെതിരായ പരാതികൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ഇത് വിൽക്കുന്നവർ തുടങ്ങിയിട്ടുള്ള ആളുകളെ നിർബന്ധമായും പോലീസ് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ദയവായി അത് കച്ചവടം ഉപേക്ഷിക്കണം. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടേതാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഭാവി തലമുറയെ തകർക്കാനുള്ളതാണ്.
അത് അവസാനിപ്പിക്കണം. മുൻ സുഹൃത്തുക്കളുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് തൊപ്പിയുടെ വാദം. ഷമീറിനും മമ്മു എന്ന മുഹമ്മദിനുമെതിരെ വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. ക്രിമിനൽ കേസുകളും മാനനഷ്ട കേസുകളും രജിസ്റ്റർ ചെയ്തുവെന്നും നിഹാദ് പറയുന്നു. മരണത്തിനേക്കാളും വലിയ ശിക്ഷ നിൽക്കലേ തരാൻ പോകുന്നത് മനസ്സിലായി. നിന്നൊന്നും കൊന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല, മനസ്സിലായി. അതിനേക്കാളും വലിയ വേദനകൾ ഞാൻ തരും. ഞാൻ ഡയറക്റ്റ് ലൈവിൽ വന്ന് നിന്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളാണ്. പരസ്യമായി തെറി പറഞ്ഞതിനടക്കം നേരത്തെയും പലതവണ തൊപ്പി വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. കുട്ടികളടക്കം നിരവധി പേരെ സ്വാധീനിക്കുന്നതാണ് തൊപ്പിയുടെ വീഡിയോകൾ എന്നിരിക്കെ സമഗ്ര അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം. ഇരു കൂട്ടരിൽ നിന്നും പോലീസ് ഉടൻ തന്നെ മൊഴിയെടുക്കും. എന്താ അറിയാലോ മനസ്സിലായിട്ടുണ്ടാവില്ലേ? പ്ലാൻഡ്. ഓക്കെ, ഇത് പ്ലാൻഡ്. അപ്പൊ അടുത്ത വേറൊന്ന് കാണിക്കും. അപ്പൊ അതും പ്ലാൻഡാന്ന് പറയണേ. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് 16-കാരി പീഡനത്തിനിരയായ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സ്ഥിരം പോക്സോ കുറ്റവാളിയായ സ്നേഹ മെർലിൻ എന്ന 25-കാരി പലതവണ പെൺകുട്ടിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായാണ് മൊഴി. ലഹരി വിൽപ്പന കേസിൽ പ്രതിയായ പെൺകുട്ടിയുടെ അമ്മയെ കണ്ണൂരിലെ ജയിലിൽ വെച്ചാണ് സ്നേഹ പരിചയപ്പെട്ടത്. 1 വർഷത്തോളമായി ഇവരുടെ വീട്ടിലാണ് സ്നേഹ മെർലിന്റെ താമസം. സ്വന്തം അമ്മ വീട്ടിലുള്ളപ്പോഴും പീഡനമേൽക്കേണ്ടി വന്നതായും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 16 വയസ്സുകാരി ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. തളിപ്പറമ്പ് പുള്ളിപ്പറമ്പ് സ്വദേശിനിയായ സ്നേഹ മെർലിൻ പെൺകുട്ടിയെ പലതവണയായി ലൈംഗികാതിക്രമത്തിനിരയാക്കിയതായി മൊഴി. പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്ത സുഹൃത്തായ സ്നേഹ 1 വർഷത്തോളമായി ഇവരുടെ വീട്ടിലാണ് താമസം. സ്വന്തം അമ്മ വീട്ടിലുള്ളപ്പോൾ പോലും യുവതി തനിക്കെതിരെ അതിക്രമം നടത്തിയിരുന്നതായി ഇരയായ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിയായ സ്നേഹ മെർലിനും ലഹരി വിൽപ്പന കേസിലെ പ്രതിയായ പെൺകുട്ടിയുടെ അമ്മയും കണ്ണൂരിലെ വനിതാ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന സമയത്താണ് പരിചയപ്പെടുന്നത്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അമ്മയ്ക്കൊപ്പമാണ് സ്നേഹ വീട്ടിലെത്തുന്നത്. ഇതേ 16-കാരിയെ മുൻപ് പീഡിപ്പിച്ച കേസിൽ കുട്ടിയുടെ സ്വന്തം അച്ഛനും നിലവിൽ പോക്സോ കേസിൽ പ്രതിയായി ജയിലിലാണ്. കുടുംബ പശ്ചാത്തലം കണക്കിലെടുത്ത് പെൺകുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നടന്ന വിശദമായ കൗൺസിലിംഗിലാണ് സ്നേഹ മെർലിൻ തനിക്കെതിരെ നടത്തിയ ക്രൂരതകൾ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. സംഭവം നടക്കുന്ന സമയത്ത് ഭയവും ഭീഷണിയും കാരണം പെൺകുട്ടി ആരോടും വിവരങ്ങൾ പങ്കുവച്ചിരുന്നില്ല. കുട്ടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് മേൽപ്പറമ്പ് പോലീസ് സ്നേഹ മെർലിനെതിരെ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതോടെ യുവതിക്കെതിരെയുള്ള പോക്സോ കേസുകളുടെ ആകെ എണ്ണം 4 നേരത്തെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 ഗുരുതരമായ പോക്സോ കേസുകൾ സ്നേഹ മെർലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 14-നാണ് 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ സ്നേഹ ആദ്യമായി അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തു വന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി സ്വാധീനിച്ചായിരുന്നു അന്ന് കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഇതേ പെൺകുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരൻ യുവതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. പിന്നീട് ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നിലവിൽ കടുത്ത ലൈംഗികാതിക്രമം, വീടുകയറി ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമെ പോക്സോ നിയമത്തിലെ അതീവ ഗുരുതരമായ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റം തെളിഞ്ഞാൽ 20 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണിപ്പോൾ പോലീസ്. ന്യൂസ് 18 കാസർഗോഡ്. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യം നൽകുമ്പോഴും പലയിടത്തും ഇതിന് വിരുദ്ധമായാണ് കാര്യങ്ങൾ. ഇക്കൂട്ടത്തിൽ ടൂറിസം മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. തിരുവനന്തപുരം വർക്കലയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ അതിക്രമം നടന്നതാണ് ഒടുവിലത്തെ സംഭവം. ബീച്ചിലെത്തിയ യുവതികൾക്ക് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ സ്വകാര്യ റിസോർട്ട് ജീവനക്കാരനെ ടൂറിസം പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കല പാലച്ചിറ സ്വദേശിയായ 39-കാരൻ വിനീതാണ് പിടിയിലായത്.
വർക്കല ആലിയിറക്കം ബീച്ചിന് സമീപം ഹൈദരാബാദ് സ്വദേശികളായ യുവതികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവാണ് പിടിയിലായത്. വർക്കല പാലച്ചിറ സ്വദേശി വിനീതാണ് പ്രതി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 കേസിനാസ്പദമായ സംഭവം നടന്നത്. ബീച്ച് സന്ദർശിക്കാനെത്തിയ യുവതികളെ പ്രതി വിനീത് തടഞ്ഞു നിർത്തുകയും തുടർന്ന് നഗ്നതാ പ്രദർശനം നടത്തുകയുമായിരുന്നു. പെട്ടെന്നുണ്ടായ അതിക്രമത്തിൽ ഭയന്നുപോയ യുവതികൾ ഉടൻ തന്നെ വിവരം ടൂറിസം പോലീസിനെ അറിയിച്ചു. ടൂറിസം പോലീസ് ഓഫീസർ ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് പ്രതിയെ പിടികൂടിയത്. വർക്കലയിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുകയായിരുന്നു പിടിയിലായ വിനീത്. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യം നൽകുമ്പോഴാണ് ടൂറിസം മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. ടൂറിസം പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം പ്രതിക്ക് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പ്രതിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പൊതുസ്ഥലത്ത് അശ്ലീല പ്രദർശനം നടത്തിയതിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് വർക്കല പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. കാസർഗോഡ് 66-കാരന്റെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന പരാതിയിൽ 2 പേർക്കെതിരെ കേസ്. കോടക്കാട് ആനിക്കാട് സ്വദേശി നൽകിയ പരാതിയിലാണ് കേസ്. തലശ്ശേരി സ്വദേശിനിയായ സ്ത്രീയുടെ ഒപ്പമുള്ള നഗ്ന ദൃശ്യങ്ങൾ കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 20 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ാരന്റെയും തലശ്ശേരി സ്വദേശിനിയായ സ്ത്രീയുടെയും നഗ്ന വീഡിയോ ദൃശ്യങ്ങൾ കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുമെന്നാണ് പരാതി. സംഭവത്തിൽ കൊടക്കാട് ആനിക്കാടി സ്വദേശി നൽകിയ പരാതിയിൽ 2 അംഗ സംഘത്തിനെതിരെ ചീമേനി പോലീസ് കേസെടുത്തു. അസീസ്, ബൈജു എന്നിവർക്കെതിരെയാണ് കേസ്. അതേസമയം അസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിയുടെ യഥാർത്ഥ പേര് സുൽഫിക്കർ ആണെന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ജനുവരി മുതൽ 2026 ജൂൺ 12 വരെയുള്ള കാലയളവിൽ പ്രതികളും മറ്റു ചിലരും ചേർന്ന് പരാതിക്കാരനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഗൂഗിൾ പേ വഴിയും ചെക്ക് മുഖേനയും നേരിട്ടും പലതവണകളായി പണം കൈപ്പറ്റിയ സംഘം ആകെ 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ ചീമേനി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. പുനലൂരിൽ അഭയകേന്ദ്രത്തിലെ അന്തേവാസികളായ വയോധികമാരെ നടത്തിപ്പുകാരൻ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. പീഡന ശ്രമത്തിനിടെ ഓടി രക്ഷപ്പെട്ട അന്തേവാസികൾ സമീപത്തുള്ളവരോട് വിവരം പറഞ്ഞതോടെയാണ് കാലങ്ങളായി നടക്കുന്ന ക്രൂരതകൾ പുറത്തായത്. സംഭവത്തിൽ സ്ഥാപന നടത്തിപ്പുകാരൻ പത്മദാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ കെ സോമപ്രസാദും കമ്മീഷൻ അംഗം കെ എൻ നമ്പൂതിരിയും സ്ഥാപനത്തിൽ തെളിവെടുപ്പ് നടത്തി. മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെന്നും നിയമാനുസൃതമായ രജിസ്ട്രേഷൻ ഇല്ലാതെ ക്രമവിരുദ്ധമായാണ് സ്ഥാപനം നടത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് തെന്മല വെള്ളിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ പത്മദാസൻ അന്തേവാസികളായ 2 വയോധികമാരെ മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഓടി രക്ഷപ്പെട്ട ഇവർ സമീപത്തെ വീട്ടിൽ അഭയം പ്രാപിച്ചതോടെയാണ് അഭയകേന്ദ്രത്തിൽ നടക്കുന്ന മൃഗീയ പീഡനത്തിന്റെയും ക്രൂരതകളുടെയും കഥ പുറംലോകം അറിയുന്നത്. സംഘടിച്ചെത്തിയ നാട്ടുകാരും പൊതുപ്രവർത്തകരും ഗ്രാമപഞ്ചായത്തിനെയും പോലീസിനെയും വിവരമറിയിച്ചതോടെ പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ കെ സോമപ്രസാദ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. അഭയകേന്ദ്രത്തിൽ 9 പുരുഷന്മാരും 4 സ്ത്രീകളുമാണുള്ളത്. ഇവരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. സ്ഥാപനത്തിന്റെ പേരിൽ പുറത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പരസ്യം നൽകി പണം പിരിക്കുന്നുണ്ട്. എന്നാൽ അന്തേവാസികൾക്ക് കൃത്യമായ ഭക്ഷണമോ വസ്ത്രമോ നൽകുകയോ ശുചീകരണം നടത്തുകയോ ചെയ്യാറില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും കമ്മീഷൻ ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യും. സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ അനധികൃതമായി നടക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പഠിച്ച് അത്
ഒന്നുകിൽ അവർ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ച് അനധികൃതമായി നടത്താൻ തയ്യാറാവണം, അല്ലെങ്കിൽ അവർ അടച്ചുപൂട്ടണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ ലോക്കൽ ബോഡീസിന് ഈ കാര്യത്തിൽ നല്ല പങ്ക് വഹിക്കാൻ കഴിയും. ഇപ്പോൾ അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് ഇവിടെ വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. അത് ഞങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയിട്ട് ലോക്കൽ ബോഡീസിന് ഒരു വലിയ സേ ഉണ്ട്. അപ്പോൾ അവരത് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടതാണ്. തീർത്തും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് അന്തേവാസികളെ പാർപ്പിച്ചിരിക്കുന്നത്. പലരുടെയും കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും വസ്തുവുമൊക്കെ എഴുതി വാങ്ങിയ ശേഷമാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതികളും അന്തേവാസികൾ വയോജന കമ്മീഷനെ അറിയിച്ചു. നടത്തിപ്പുകാരന്റെ മകളും മറ്റ് 2 അന്തേവാസികളും ഈ സ്ഥാപനത്തിനുള്ളിൽ വെച്ച് മരിച്ചിരുന്നു. ഇതിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ ആരോപണത്തെ തുടർന്ന് തെന്മല പോലീസ് വിശദമായ പരിശോധന നടത്തുകയും CCTV ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തെന്മല പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. സ്ഥാപനത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ഒളിവിൽ പോയ സാഹചര്യത്തിൽ അന്തേവാസികളെ സുരക്ഷിതമായി പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് മാറ്റി. അഭയകേന്ദ്രത്തിലെ പീഡനത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. സമഗ്രമായ അന്വേഷണം നടത്താൻ വാർത്ത അറിഞ്ഞവരും തന്നെ നിർദ്ദേശിച്ചു. അവിടെ മാത്രമല്ല, ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതുപോലുള്ള സമാന സ്ഥാപനങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് അതുപോലെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഒക്കെ ആയി ചേർന്നുകൊണ്ട് ഒരു പരിശോധന നടത്തി, കൃത്യമായ ഇടവേളയിൽ പരിശോധനയും ഈ കേസിൽ തന്നെ അന്തേവാസികൾക്ക് പറയാൻ അവസരം കിട്ടിയത് ആ വാതിൽ തുറന്നിട്ടുകൊണ്ട് പുറത്തേക്ക് വന്ന നാട്ടുകാരെ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഈ വിവരം ഇപ്പോഴും പുറത്ത് അറിയില്ലായിരുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കുറ്റമറ്റ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് സർക്കാർ ഉറപ്പുവരുത്തും. ന്യൂസ് 18 പുനലൂർ. നിയമം കാക്കേണ്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. എന്നാൽ വേലി തന്നെ വിളവ് തിന്നാലും. കേരള പോലീസിന് ആകെ നാണക്കേടായ സംഭവമാണ് തൃശൂർ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ നടന്നത്. സ്റ്റേഷനിൽ മദ്യസൽക്കാരം നടക്കുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ പിടിയിലായി. ഒരു ഗ്രേഡ് SIയും 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും മദ്യപിച്ചതായാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് സിനിമാ സ്റ്റൈലിലുള്ള പരിശോധന ചേലക്കര പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി CIയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്റ്റേഷനിൽ മിന്നൽ പരിശോധനയ്ക്കെത്തുകയായിരുന്നു. ഈ സമയം സ്റ്റേഷനകത്തിരുന്ന് മദ്യപിക്കുകയായിരുന്ന 3 ഉദ്യോഗസ്ഥരെയും CIയും സംഘവും കൈയോടെ പിടികൂടി. ഇവരെ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കുകയും ഗ്രേഡ് SIയും 2 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും മദ്യപിച്ചതായി വ്യക്തമാവുകയും ചെയ്തു. കുന്നംകുളം ACP നടത്തിയ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ 3 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തത്. സ്റ്റേഷനകത്ത് വെച്ച് ഉദ്യോഗസ്ഥർ സംഘം ചേർന്ന് മദ്യപിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് ലഭിച്ചതിനെ തുടർന്നായിരുന്നു മിന്നൽ പരിശോധന നടത്തിയത്. തുടർന്ന് ACP നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും കടുത്ത വീഴ്ചയുണ്ടായതായി ബോധ്യപ്പെട്ടതോടെയാണ് നടപടി. സംഭവത്തിൽ കൂടുതൽ വകുപ്പുതല അച്ചടക്ക നടപടികൾ തുടരുമെന്നാണ് വിവരം. ന്യൂസ് 18 തൃശൂർ. എറണാകുളം ചേരാനല്ലൂരിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ്. ഇതര സംസ്ഥാനക്കാരെ തടങ്കലിലിട്ട് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിച്ചത്. സംഘത്തിലെ ഒരാൾ പിടിയിലായിട്ടുണ്ട്. ഇതര സംസ്ഥാനക്കാരായ 7 പേരെയാണ് ചേരാനെല്ലൂരിലെ വാടക വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ഇവരിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ശേഷമായിരുന്നു സംഭവം. മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് തടങ്കലിലിട്ടത്. 6 ദിവസത്തോളം തടങ്കലിൽ കിടന്ന ശേഷമാണ് സംഘത്തിലെ ഒരാൾ പ്രതികളുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുന്നത്. രക്ഷപ്പെട്ടയാൾ തൊട്ടടുത്ത വീട്ടുകാരെ വിവരമറിയിക്കുകയും പോലീസുകാരെത്തി ബാക്കിയുള്ള ആളുകളെ കൂടി മോചിപ്പിക്കുകയുമായിരുന്നു.
12 പേരോളം അടങ്ങുന്ന സംഘമാണ് പ്രതികളെന്ന് പ്രാഥമിക നിഗമനം. പ്രതികളിൽ ഒരാളെ എറണാകുളം ടൗണിൽ നിന്നും പോലീസ് പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അബ്ദുൾ റഹീമാണ് പിടിയിലായത്. പ്രതികൾ മറ്റു സംസ്ഥാനങ്ങളിൽ പല കേസുകളിലും പ്രതികളാണെന്നും പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ പിലാത്തറയിൽ സ്വർണ്ണ വ്യാപാരി ആക്രമിച്ച് പണവും സ്വർണവും കവർന്ന കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. BJP പ്രാദേശിക നേതാവായ 5-ാം പീടിക സ്വദേശി സനു സന്തോഷാണ് പിടിയിലായത്. മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയും ആക്രമിച്ച് 55 ലക്ഷം രൂപയും സ്വർണവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. മറ്റ് പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. കണ്ണൂർ 5-ാം പീടിക സ്വദേശിയും BJP പ്രാദേശിക നേതാവുമായ സനു സന്തോഷാണ് കണ്ണൂർ റൂറൽ SP-യുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. കാസർഗോഡ് ഉപ്പളയിൽ വെച്ചാണ് ഇയാളെ നാടകീയമായി പിടികൂടിയത്. ആക്രമണത്തിന് ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെടുത്തു. സംഘം വാടകയ്ക്കെടുത്ത മറ്റൊരു കാറും ചൊക്ലി ഭാഗത്തു നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ മാസം 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മഹാരാഷ്ട്ര സ്വദേശികളും തലശ്ശേരിയിൽ സ്വർണ്ണക്കട നടത്തുന്നവരുമാണ് ആക്രമിക്കപ്പെട്ട കുടുംബം. പയ്യന്നൂർ എടാട്ട് വെച്ച് ഇവരുടെ കാർ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇന്നോവ കാറിലെത്തിയവരാണ് ആക്രമണം നടത്തിയത്. കാറിലുണ്ടായിരുന്നവരെ ഇറക്കിയ ശേഷം രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവർന്നു. പിലാത്തറ സഹകരണ കോളേജിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ ബോണറ്റും ഡോറുകളും തുറന്നിട്ട നിലയിൽ ഒരു കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെയാണ് നാടിനെ നടുക്കിയ കവർച്ചാ വിവരം പുറത്തറിയുന്നത്. കാറിനുള്ളിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. യാത്രക്കാരുടെ വസ്ത്രങ്ങളും ലഗേജുകളും പുറത്ത് ചിതറിക്കിടക്കുന്ന നിലയിലും കാണപ്പെട്ടു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാറിൽ സഞ്ചരിച്ച മഹാരാഷ്ട്ര സ്വദേശികളെ ക്രൂരമായി ആക്രമിച്ച് കവർച്ച നടത്തിയതായി വ്യക്തമായത്. ആദ്യം 25 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായാണ് പരാതി നൽകിയിരുന്നതെങ്കിലും കാറിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന 55 ലക്ഷം രൂപയും അക്രമി സംഘം കവർന്നതായി കാറുടമ പിന്നീട് പോലീസിന് മൊഴി നൽകി. ഇതോടെ സംഘടിത കവർച്ചയ്ക്ക് പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. സ്വർണ്ണപ്പണ ഇടപാടുകളും സ്വർണം പൊട്ടിക്കലും നടത്തുന്ന ക്രിമിനൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ പ്രതിയിലേക്ക് എത്തിയത്. കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പയ്യന്നൂർ. സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അധിക്ഷേപ പ്രചാരണം നടക്കുന്നതായി നടി ലക്ഷ്മിപ്രിയ. കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിൽ നടി പരാതി നൽകി. ദുബായിൽ പോയതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നുവെന്നും പിന്നിൽ അൻസിബയും സംഘവുമാണെന്നും ലക്ഷ്മിപ്രിയ ആരോപിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി തന്നെ അധിക്ഷേപിക്കുന്നുവെന്നാണ് ലക്ഷ്മിപ്രിയയുടെ പരാതി. കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. സൈബർ അധിക്ഷേപത്തിന്റെ തെളിവുകളും കൈമാറി. പോലീസിന് വിശദമായ മൊഴിയും നൽകി. വളരെ ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞ ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് കമന്റ്സുകളെല്ലാം വരുന്നത്. ഒപ്പം എന്നെ പറ്റി അപകീർത്തികരമായ പലതരം വീഡിയോസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഞാൻ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഡിഫമേഷൻ ഒക്കെ കൊടുക്കുകയാണ്, അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ പിൻവലിച്ചുകൊള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ നമുക്കൊരു മനുഷ്യന് തുറന്നു നോക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തലക്കെട്ടുകൾ ചേർത്തുകൊണ്ട് വരികയാണ്. അതിന്റെ അടിയിൽ മുഴുവനും ഇങ്ങനത്തെ മോശമായ കമന്റ്സുമാണ് വരുന്നത്. ലക്ഷ്മിപ്രിയയ്ക്കും വനിതാ സെൽ SIക്കുമെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. മതവർഗീയ ശക്തികളാണ് അൻസിബയ്ക്ക് പിന്നിലെന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം. ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതിയിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടില്ല. താരസംഘടനയായ അമ്മയിലെ അംഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടയിലാണ് നടി ലക്ഷ്മിപ്രിയയുടെ പുതിയ പരാതി. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ വധഭീഷണി മുഴക്കിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ സ്വദേശി സോണി തോമസ് ആണ് പിടിയിലായത്. ഇയാൾ മദ്യലഹരിയിലാണ് ഭീഷണി മുഴക്കിയതെന്നും മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്നും സംശയിക്കുന്നു. പ്രതിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്താതെ വിട്ടയക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായാണ് വിവരം.
സിറ്റി പോലീസ് കൺട്രോൾ റൂമിൽ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇയാൾ ഫോൺ വിളിച്ച് ഭീഷണി മുഴക്കിയത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കുമെന്നും അതിലൂടെ താൻ പ്രശസ്തനാകുമെന്നുമാണ് ഫോൺ വിളിച്ചയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ അസഭ്യം ചൊരിഞ്ഞു. സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസും സൈബർ സെല്ലും കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ആറ്റിങ്ങൽ വാളക്കാട് സ്വദേശി സോണി തോമസ് ആണ് പിടിയിലായത്. ആറ്റിങ്ങൽ പോലീസ് സോണി തോമസിനെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിന് കൈമാറുകയായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്നും മദ്യലഹരിയിലാണ് ഫോൺ വിളിച്ചതെന്നുമാണ് സോണി തോമസ് പോലീസിനോട് പറഞ്ഞത്. ഇയാൾക്കെതിരെ ഗുരുതര വകുപ്പ് ചുമത്താതെ വിട്ടയക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരം. കഴിഞ്ഞ വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന വ്യാജ സന്ദേശം നൽകിയ കേസിലും സോണി തോമസിനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന യുവാവിനെ കാർ തടഞ്ഞ് പിടികൂടി മലപ്പുറം കാടാമ്പുഴ പോലീസ്. രണ്ടത്താണി പൂവഞ്ചന സ്വദേശി സുബൈറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 15 ഗ്രാം കഞ്ചാവും 40,000 രൂപയും ആഡംബര കാറും പോലീസ് പിടിച്ചെടുത്തു. പാലക്കാട് കൊല്ലങ്കോട് സ്കൂൾ പരിസരത്ത് നിന്നും പാൻ മസാല പിടികൂടി. ന്യൂജൻ ലഹരി കൈമാറ്റത്തിനായി രഹസ്യ കോഡുകളും ഗൂഗിൾ ലൊക്കേഷനുകളും ഉപയോഗിച്ച് വരുന്നതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വയനാട് നൂൽപ്പുഴയിൽ പുഴയരികിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 200 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കാടാമ്പുഴ പോലീസും ഡാൻസ് ഓഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് കഞ്ചാവ് വിൽപ്പന പതിവാക്കിയ യുവാവിനെ അറസ്റ്റ് ചെയ്തത്. രണ്ടത്താണി പൂവഞ്ചന സ്വദേശി കുന്നത്തൊടി സുബൈറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് പൊതികളിലാക്കിയ 15 ഗ്രാം കഞ്ചാവും ലഹരി വിൽപ്പനയിലൂടെ സമാഹരിച്ച 40,000 രൂപയും ആഡംബരക്കാറും പോലീസ് പിടിച്ചെടുത്തു. രണ്ടത്താണി പ്രദേശത്ത് ആഡംബരക്കാറിൽ കറങ്ങി നടന്ന് ഒരാൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് മുമ്പിൽ കാത്തുനിന്ന് വാഹനം തടഞ്ഞ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഒരു ആഡംബരക്കാർ ഹോണ്ട സിറ്റി ഇനത്തിൽപ്പെട്ട ഒരു കാറിൽ ഇറങ്ങി നടന്നു സ്കൂൾ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും കഞ്ചാവ് പൊതികളിലാക്കി വിൽക്കുന്ന രണ്ടത്തണി സ്വദേശിയായ സുബൈർ എന്ന ആളിനെ പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുള്ളതാണ്. പ്രതിയുടെ കയ്യിൽ നിന്ന് 15 ഗ്രാം കഞ്ചാവും ഈ കഞ്ചാവ് വിറ്റ് കിട്ടിയ 40,000 രൂപയോളവും ഉണ്ടായിരുന്നു. കണ്ടെടുത്ത കഞ്ചാവും 40,000 രൂപയും കാറും കോടതിക്ക് അയച്ചിട്ടുള്ളതും പ്രതിയെ കഴിഞ്ഞ ദിവസം റിമാൻഡിൽ തിരൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ വിൽക്കാൻ ശ്രമിച്ചതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാടാമ്പുഴ പോലീസിനൊപ്പം കൽപ്പകഞ്ചേരി പോലീസും തിരൂർ ഡാൻസാഫും ദൌത്യത്തിൽ പങ്കെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ TN സുധീറിന്റെ നിർദ്ദേശാനുസരണം സ്കൂൾ പരിസരങ്ങൾ നടത്തിയ പരിശോധനയിലാണ് TKD UP സ്കൂളിന് മുമ്പിലുള്ള കടയിൽ നിന്ന് നിരോധിത പുകയിലോൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. കടയുടമയായ ജോറ വി എന്നയാൾക്കെതിരെ കേസെടുത്തു. നെന്മേനി ALPS സ്കൂളിന് മുൻവശത്തുള്ള സദാനന്ദ സ്റ്റോറിലും നിരോധിത പുകയിലോൽപ്പന്നങ്ങൾ കണ്ടെത്തി. കടയുടമയായ K സദാനന്ദനെതിരെ കേസെടുത്തു. ലഹരി കൈമാറ്റത്തിനായി രഹസ്യ കോഡുകളും ഗൂഗിൾ ലൊക്കേഷനുകളും ഉപയോഗിച്ചു വരുന്നതായി പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വയനാട് നൂൽപ്പുഴയിൽ പുഴയരികിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ 200 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി. ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുൽത്താൻ ബത്തേരി എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ മിന്നൽ പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിജയകുമാർ KVയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പ്രതികൾക്കായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ചങ്ങനാശ്ശേരി പെരുന്നയിൽ വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് മോഷണശ്രമം നടത്തിയ കേസിൽ പ്രതി പിടി. പിടിയിലായത് ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി പുത്തൻപുരിയിൽ സനീഷ് ബഷീർ. 16-കാരന്റെയും സുഹൃത്തിന്റെയും മൊബൈൽ ഫോൺ പിടിച്ചു പറിച്ച പ്രതി ആലപ്പുഴയിൽ അറസ്റ്റിൽ. മണഞ്ചേരി സ്വദേശി അഫ്സലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് തൃത്താലയിൽ വീട്ടിൽ സൂക്ഷിച്ച രാസലഹരിയുമായി യുവാവ് പിടിയിൽ. 2.3 ഗ്രാം MDMA-യുമായി പിടിയിലായത് കോക്കാട് സ്വദേശി ഷമീം. പനിയുമായി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന പരാതിയുമായി രക്ഷിതാക്കൾ രംഗത്ത്. പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 കുട്ടിയുമായി താലൂക്ക് ആശുപത്രിയിലെത്തിയ
വാണിയംകുളം ചെറുകാട്ടുപുലം സ്വദേശികളായ നിതീഷ് രേഷ്മ ദമ്പതിമാരാണ് പരാതിക്കാർ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കുട്ടിയുടെ അവസ്ഥ നേരിട്ട് കണ്ടിട്ടും ടെമ്പറേച്ചർ പോലും പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും അവഗണിക്കുകയായിരുന്നുവെന്നുമാണ് പരാതി. കുട്ടിയുടെ രക്ഷിതാവ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച പോസ്റ്റ് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന് പരാതി നൽകുമെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു. അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുകയാണെന്നും ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമാണ് സർക്കാർ ആശുപത്രികൾ. അവിടെ ഉണ്ടാകുന്ന വീഴ്ചകൾ ഗൗരവത്തോടെ കാണാനും നടപടി സ്വീകരിക്കാനും ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.